മലപ്പുറം കുന്നുമ്മലിലും എടവണ്ണപ്പാറയിലും ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. കുന്നുമ്മൽ താമരക്കുഴിയിൽ മിനി ലോറിക്ക് മുകളിൽ മരം വീണ് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ 2 പേരെ രക്ഷപ്പെടുത്തി. അഷ്കർ അലി കരിമ്പയുടെ റിപ്പോർട്ട്. രാവിലെ 8:45 മലപ്പുറം കുന്നുമ്മൽ കളക്ടറേറ്റ് ബംഗ്ലാവിന് തൊട്ട് സമീപത്ത് താമരക്കുഴി റോഡിൽ ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മിനി ലോറിക്ക് മുകളിലേക്ക് മരം വീഴുന്നൊരു സാഹചര്യമുണ്ട്. അത് 2 ആളുകൾ ഈ വാഹനത്തിലുള്ള ഡ്രൈവറും അതിനൊപ്പം ഒരാൾ ഉൾപ്പെടെ 2 ആളുകളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഏറെ സമയമെടുത്താണ് ഈ 2 പേരെയും പിന്നീട് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ ചേർന്ന് അവരെ പുറത്തെടുത്ത് ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും ഒരാളെ ഇവിടെ സമീപത്ത് മറ്റൊരു ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഒരുപാട് നാട്ടിൽ നമ്മൾ എന്താണ് സംഭവിച്ചത്? ശരിക്കും രാവിലെ 8:45 അപ്പോൾ ഇവിടെ ആരുമില്ല. ഈ വണ്ടി വന്ന് പിന്നെ ഒരാൾ ഇവിടെ വിളിക്കുക. അങ്ങനെ ഫയർഫോഴ്സിനൊക്കെ വിവരം കൊടുത്തിട്ട് ഒരു 3/4 മണിക്കൂർ പ്രവർത്തനം നടത്തിയിട്ടാണ് ഇവരെ പുറത്ത് തന്നെ എടുത്തത്. ശരിക്കും മരിച്ചു എന്ന് കരുതിയതാ. 2 പേരും ബോധമില്ലാത്ത രൂപത്തിലാണ്. പരിക്ക് ഗുരുതരാണോ? ഓന് തലക്കാണ് പരിക്കുള്ളത്. അപ്പോൾ CT സ്കാനും മറ്റൊക്കെ എടുക്കാനുള്ള സംവിധാനം മെഡിക്കൽ കോളേജിലായതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയതാണ് മഞ്ചേരിക്ക്. ഇതെന്നാൽ ഇവിടെ നിരന്തരം ഉണ്ടായതുകൊണ്ടാണ്. വർഷകാലം തുടങ്ങിയാൽ ഇവിടെ മരം വീഴും. എന്നും പരാതി കൊടുത്താൽ അതിന് നടപടിയില്ല. ജില്ലാ കലക്ടർ ബംഗ്ലാവാണിത് ഉള്ളത്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള മരങ്ങളാണ് ഈ മരങ്ങളൊക്കെ. റവന്യൂ വകുപ്പിൻ്റെതാണ്. കലക്ടറെ മൂക്കിനതായെന്നൊക്കെ പറഞ്ഞാൽ കലക്ടറെ മൂക്കിനതായാണ്. പക്ഷേ ഓരോ വർഷകാലം വരുമ്പോഴത്തെ സംഘടനകളും നാട്ടുകാരും പരാതി കൊടുക്കും. അപ്പോൾ ചെറിയ മരത്തിൻ്റെ കൊമ്പ് വെട്ടും. ഇങ്ങനെ അവസ്ഥ. അപ്പോൾ ഈ വലിയ മരം ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയാണ്. ഇതോടൊപ്പം തന്നെ വൈദ്യുതി പോസ്റ്റുകളും ഒക്കെ തന്നെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് താമരക്കുഴി ഭാഗത്തേക്കുള്ള റോഡാണെങ്കിലും നിരവധി വാഹനങ്ങൾ പോകുന്ന ഒരു വഴി കൂടിയാണ്. ഈ കാണുന്ന തൊട്ടപ്പുറത്തുള്ള ഈ കളക്ടറേറ്റ് ബംഗ്ലാവിൻ്റെ ഉടമസ്ഥതയിലെ ഭൂമിയിൽ നിന്നും ആണ് ഇപ്പോൾ ഈ മരങ്ങൾ വീഴുന്നൊരു പ്രശ്നം. ഇതിൽ വലിയ മരങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലതവണ ഇത് മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇതൊരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അതിൻ്റെ അടിഭാഗമൊക്കെ തന്നെ നമുക്ക് തന്നെ കാണാൻ കഴിയും. അത്ര വലിയ രീതിയിലല്ല. അതിൻ്റെ ചുറ്റുഭാഗത്തെ മണ്ണൊക്കെ ഇടിഞ്ഞു പോകുന്ന നിലയിലാണ്. ഒരുപക്ഷെ ഏത് ഘട്ടത്തിലും അത് അടിയോടുകൂടി പുഴങ്ങി വീഴാൻ സാധ്യത ഉണ്ട് എന്നാണ് നാട്ടുകാർ ഉയർത്തുന്ന ഒരു പരാതി. സമാനമായി തന്നെയാണ് അത്തരത്തിൽ നിൽക്കുന്ന ഒരു മരമാണ് ഇന്ന് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ മുകളിലേക്ക് വീണത്. അത് ഈ റോഡിന് സമീപത്തുള്ള തിട്ടുകളിലൊക്കെ തട്ടിക്കൊണ്ട് വീണത് കൊണ്ട് തന്നെ വലിയൊരു ആഘാതം ഉണ്ടായില്ല. അതല്ല എങ്കിൽ വാഹനത്തെയും വാഹനത്തിലെ യാത്രക്കാരെയും പൂർണ്ണമായും ജീവനഷ്ടമാവുന്ന കാര്യങ്ങളിലേക്ക് ഒരു സാഹചര്യം എത്തുമായിരുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മരം പൂർണ്ണമായും മുറിച്ചു മാറ്റിയിരിക്കുന്നു. സമീപത്തെ വൈദ്യുതി പോസ്റ്റുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആ വൈദ്യുതി പോസ്റ്റുകളൊക്കെ ഇപ്പോൾ നേരാക്കാൻ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. എന്തായാലും നാട്ടിൽ ഉയർത്തണമെന്ന പ്രധാന ആവശ്യം അടിയന്തരമായി ഇത്തരത്തിൽ ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും മുറിച്ചു മാറ്റണം എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.